പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ പുതിയ സംഖ്യകൾ അഥവാ ന്യൂ നമ്പേഴ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതില് നമ്മൾ കണ്ടൊരു കാര്യം, ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 അല്ല. അതായത് ഒരു യൂണിറ്റ് വശമുള്ള ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം ഒരു ഭിന്നസംഖ്യയായി പറയാൻ കഴിയില്ല എന്നാണ്. ഈ നമ്പറിനെ സൂചിപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ നമ്പറിനെ സൂചിപ്പിക്കാൻ √2 എന്ന് ഉപയോഗിക്കാം. അതായത് ഈ √2 വശമായ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് വശമുള്ള സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം വശമായി ഒരു സമചതുരം വരച്ചാൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് 2 ആയിരിക്കും. 2 മീറ്റർ സെന്റിമീറ്ററിലാണ് തന്നതെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്ററിലാണ് തന്നതെങ്കിൽ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 2 സ്ക്വയർ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളമാണ് √2. ഈ √2 എന്ന് പറയുന്ന നീളത്തെ ഒരു ഭിന്നസംഖ്യയായി എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മട്ടത്രികോണത്തിന്റെ ഇങ്ങനെ ഒരു യൂണിറ്റ് വശമുള്ള ഒരു മട്ടത്രികോണം വരച്ചു. ഇവിടെ ഇതേ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ മട്ടത്രികോണത്തിൽ ഇത് √2 ആയിരിക്കും നമ്മൾ ഇവിടെ കണ്ടു. ഈ മട്ടത്രികോണത്തിന്റെ ഈ വശം √3 ആയിരിക്കും. കാരണം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ വശം √3 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ വശം √3 വശമായി നമ്മൾ ഒരു സമചതുരം വരച്ചാൽ ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളമാണ് √3. ഈ √3നെയും നമുക്ക് ഒരു ഭിന്നസംഖ്യയായി പറയാൻ കഴിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ ഇതിന്റെ ഏകദേശ വിലയും നമ്മൾ കണ്ടെത്തി. ഏകദേശം √2ലെ ഏകദേശ വിലയായി 1.414. നമ്മുടെ ദശാംശ സ്ഥാനങ്ങള് ഒരു സ്ഥാനമാണ് എടുക്കുന്നതെങ്കിൽ 1.4, 2 സ്ഥാനമാണ് എടുക്കുന്നതെങ്കിൽ 1.41 അങ്ങനെ പറയാമെന്നും. അതുപോലെ √3ന്റെ ഏകദേശ വിലയായി 1.732 എന്നെടുക്കാമെന്നും പറഞ്ഞു. ഇനി ഇത് ഉൾപ്പെടുന്ന ഏതാനും ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഏറ്റവും മുകളിലെ മട്ടത്രികോണത്തിന്റെ കർണം വശമാക്കി ഒരു സമചതുരം വരച്ചിരിക്കുന്നു. സമചതുരത്തിന്റെ പരപ്പളവും ഒരു വശത്തിന്റെ നീളവും കണ്ടെത്തുക. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and length of a side of the square. അതിന്റെ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് ആ ചിത്രം. ഒരു യൂണിറ്റ് വശമുള്ള അല്ലെങ്കിൽ 1 മീറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1 മീറ്റർ വശമുള്ള ഒരു മട്ടത്രികോണം അത് വരച്ചു. ഇതേ 1 മീറ്റർ നീളമുള്ള മറ്റൊരു മട്ടത്രികോണം, ഇത് റൈറ്റ് ട്രയാങ്കിൾ, ഇതെല്ലാം റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ എല്ലാതിന്റെയും ഒരു വശം ഒരു മീറ്റർ ആണ്, ഇതിന്റെയും 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ക്വയറിന്റെ, അതായത് ഈ അവസാനം വരച്ച ഈ മട്ടത്രികോണത്തിന്റെ ഈ വശം കർണം വശമായി ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചാൽ ഈ സ്ക്വയറിന്റെ സൈഡ് എത്ര, ഇതിന്റെ ഏരിയ എത്ര, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വശവും പരപ്പളവും. അതിന് നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഇതിന്റെ സൈഡ് കിട്ടണം. സൈഡ് കിട്ടിയാൽ നമുക്ക് ഏരിയ കാണാം, സൈഡിന്റെ വർഗമാണ് ഏരിയ. അപ്പൊ ഇവിടെ ഇതൊന്നും ആണെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഈ നീളം √2 ആണ്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ അവിടെ പറഞ്ഞതാണ്. ഇത് 1 ആണ്, ഇത് √2 ആണ്. അവിടെ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം തന്നെ ഉപയോഗിക്കാം. എന്താ വരിക? ഈ നീളം എന്ന് പറയുന്നത് √1² പ്ലസ് √2 ഹോൾ സ്ക്വയർ അല്ലെ? അപ്പൊ എന്ത് കിട്ടും? 1² 1 ആണ്. √2² എന്ന് പറഞ്ഞാൽ എന്താ? √2² എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്. √2 ഇൻറ്റു √2 എത്രയാ? √4. √4 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? അതായത് √2ന്റെ വർഗം എന്ന് പറയുന്നത് സ്ക്വയറും റൂട്ടും ഒഴിവാക്കിയ സംഖ്യയാണ് കിട്ടുക. അപ്പൊ നമുക്ക് 1 + 2 എന്ന് കിട്ടും, √3. അപ്പൊ ഈ നീളം നമുക്ക് കിട്ടി √3 ആണ്. ഇനി നമുക്ക് ഈ √3യും ഈ 1ഉം വെച്ചിട്ട് ഇതൊരു മട്ടത്രികോണമാണല്ലോ, അതിന്റെ കർണമാണിത്, ഹൈപ്പോട്ടന്യൂസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിച്ച പോലെ തന്നെ
1 സ്ക്വയർ. ഒരു വശം √3 ആണ്, മറ്റേത് 1 ആണ്. അപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ √3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 ആണ് അല്ലെ? 3 + 1 √4. √4 2 നമുക്കറിയാം ആണല്ലോ. അപ്പൊ ഈ നീളം 2 ആണ്. അപ്പൊ ഈ മട്ടത്രികോണത്തില് ഒരു വശം 2, മറ്റൊരു വശം 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കർണം കണ്ടുപിടിക്കാമല്ലോ. ഈ കർണം എന്താ വരിക? അവസാനത്തെ മട്ടത്രികോണത്തിന്റെ കർണം സമം √2² + 1 സ്ക്വയർ √2² 4, 4 1 5. അപ്പൊ ഈ വട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് √5 ആണ്. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന സമചതുരത്തിന്റെ ഒരു സൈഡ് എന്താ വരിക? ഒരു സൈഡ് √5 ആണ്. √5 ആണ് ഒരു സൈഡ് എങ്കിൽ അതിന്റെ ഏരിയ എന്ത് വരും? സൈഡിന്റെ വർഗം. ഏരിയ = √5 ഹോൾ സ്ക്വയർ. √5 വർഗം എത്രയാ? നമ്മളിവിടെ പറഞ്ഞതുപോലെ എടുക്കുകയാണെങ്കിൽ √5 വർഗം 5 മീറ്റർ സ്ക്വയർ. അപ്പോ ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് √5 മീറ്ററും ഏരിയ 5 മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വശങ്ങളുടെ നീളം 2 മീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉന്നതി വശമാക്കി ഒരു സമചതുരം വരയ്ക്കുന്നു. ഇതിൽ സബ് ക്വസ്റ്റ്യൻസ് 3 ഉണ്ട്. ഒന്നാമത്തത്, സമചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? ത്രികോണത്തിന്റെ ഉന്നതി എത്ര മീറ്റർ ആണ്? ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ മറ്റു 2 വശങ്ങളുടെ നീളം എത്ര? ത്രികോണം നമുക്ക് ചോദ്യം ആൻസറിലേക്ക് പോകുമ്പോൾ വരയ്ക്കാം. അതായത് ചോദ്യം ഒന്നും കൂടി പറഞ്ഞാൽ, എ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 2 meters. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ? സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാംഗിൾ? പിന്നെയോ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ആ ട്രയാംഗിളിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി അതർ 2 sides ഓഫ് ദി ട്രയാംഗിൾ ഷോൺ ബിലോ. നമ്മൾ ചിത്രം വരയ്ക്കും. ഇത് ആദ്യത്തെ ചിത്രം നമുക്ക് തന്നിരിക്കുന്നത് 2 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണമാണ്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. നമ്മൾ തൽക്കാലം ഒരു റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് തോന്നണം. അളവ് ഉപയോഗിച്ച് വരയ്ക്കണം എന്നില്ല. നമ്മളൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ആവശ്യമായ ചിത്രം വരയ്ക്കുമ്പോൾ അളവ് ഉപയോഗിച്ച് വരയ്ക്കണം എന്നില്ല. അപ്പൊ ഇവിടെ ഒരു 2 മീറ്റർ വശമുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ സമഭുജ ത്രികോണമാണ്. 2 മീറ്റർ ആണ്. ഈ വശവും 2 മീറ്റർ ആണ്. ഇനി ഇതിൽ തന്നിട്ടുള്ളത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആൾട്ടിറ്റ്യൂഡ് വരച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് അല്ല, ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ആൾട്ടിറ്റ്യൂഡ് ഉന്നതി വെച്ചിട്ട് നമ്മളൊരു സമചതുരം വരയ്ക്കുന്നത്. ഈ ഉന്നതി സൈഡാക്കിക്കൊണ്ട് ഒരു സമചതുരം. കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. ഈ സമചതുരത്തിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഇത് ഇതിന്റെ സൈഡാണ്, 2 മീറ്റർ. ആദ്യത്തെ ചോദ്യം സമചതുരത്തിന്റെ പരപ്പളവ് എത്ര, ഉന്നതി എത്ര? രണ്ടാമത്തെ ചോദ്യം ഉന്നതി. അപ്പൊ നമുക്ക് ആദ്യം ഈ ഉന്നതി കണ്ടുപിടിക്കായിരിക്കും നല്ലത്. ഈ ഉന്നതി എന്ന് പറയുന്നത് ഈ ആൾട്ടിറ്റ്യൂഡാണ് ഈ സമചതുരത്തിന്റെ ഒരു സൈഡ്. അപ്പൊ ഈ ഉന്നതി കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. അതായത് സമഭുജ ത്രികോണം. എല്ലാ വശങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മള് ഈ ഒരു എൻഡിൽ നിന്ന്, ടിപ്പിൽ നിന്ന് നമ്മള് ഒരു ലംബമായിട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അത് ഈ 2 വശങ്ങളെയും ഈക്വൽ ആയിട്ട് ഭാഗിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം നീളം ഇവിടെ വരെയുള്ള നീളം 2 മീറ്റർ ആണ്. അപ്പൊ ഈ നീളം എത്ര ഉണ്ടാവുക? 1 മീറ്റർ. ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. സമപാർശ്വ ത്രികോണമാണെങ്കിലും സമഭുജ ത്രികോണമാണെങ്കിലും 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഈ മൂലയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അത് ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കും. അതുകൊണ്ട് ഇത് 1 ആണ്. നമ്മൾ ഇനി ഈ റൈറ്റ് ട്രയാംഗിൾ എടുക്കാം. ഈ മട്ടത്രികോണം മാത്രം എടുത്താൽ ഇത് 2 ആണ്. ഇത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കാരണമാണ്. ഇത് മറ്റൊരു വശം. അപ്പൊ നമുക്ക് ഈ വശം കണ്ടുപിടിക്കാമല്ലോ. ഈ വശം എങ്ങനെ കിട്ടും? നമ്മൾ h എന്ന് കൊടുക്കുകയാണെങ്കിൽ h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ, ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ വർഗത്തിൽ നിന്ന്
1ന്റെ വർഗം കുറയ്ക്കണം. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു 4 മൈനസ് 1 അതായത് √3. √3 ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് √3 എന്ന് പറയുമ്പോ നമ്മുടെ ഈ സ്ക്വയറിന്റെ സൈഡ് എന്താ വരിക? സൈഡ് ഓഫ് ദി സ്ക്വയർ. സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ ഒരു വശവും എന്ത് തന്നെയാണ് വരിക? √3 മീറ്റർ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്താ വരിക? ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു √3 ഹോൾ സ്ക്വയർ. അതായത് √3യുടെ വർഗം എന്ന് പറയുന്നത് 3 മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഇതിൽ 2 ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത്. ത്രികോണം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിൽ 2 കോണുകൾ തന്നിട്ടുണ്ട്. ഈ കോണ് 60 ഡിഗ്രി, ഈ കോണ് 30 ഡിഗ്രി. പിന്നെ ഈ സൈഡ് 2 മീറ്റർ. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, ഇവിടെ നമ്മൾ റഫായിട്ട് വരച്ചതാണ്. ഇത് 2 ആണ്, ഇത് 1 ആണ്, ഇത് √3 ആണ്. കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിലെ കോണുകളെ കുറിച്ചൊന്ന് പറയാം. ഈ ചിത്രത്തിലെ കോണുകളെ കുറിച്ച്. ഇത് 90 ഡിഗ്രി ആണല്ലോ. ഇത് നമ്മൾ പറഞ്ഞത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സാംഭുജ ത്രികോണമാണെങ്കിൽ ഈ കോൺ 60 ഡിഗ്രി ഉണ്ടാവുക. ഇതും 60, ഇത് മൊത്തം 60. പക്ഷെ ഇതിനെ നമ്മൾ ഇതെന്താ? ഇതിനെ കോണിനെ സമമായിട്ട് വായിക്കുന്നത്. കാരണം ഇത് ഈ മൂലയിൽ നിന്ന് നേരെ പകുതിയാക്കിയിട്ടാണ് ലംബവര വരയ്ക്കുക, അല്ലെ? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഈ കോണിനെ സമഭാജിയായിട്ടാണ് മുറിക്കുക. അപ്പൊ ഈ കോണ് 90യും ഇത് 60യും ആണെങ്കിൽ ഈ കോൺ എന്താ വരിക? ടോട്ടൽ 180 അല്ലേ? അപ്പൊ 30 എന്ന് വരും. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വേണം അതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടെ 30 എന്നുള്ളതിന്റെ എതിരെ വരുന്ന ഈ സൈഡിന്റെ നീളം 1 മീറ്റർ ആണ്, അല്ലെ? 1 ആണ് അല്ലെങ്കിൽ 1 മീറ്റർ ആണ്. 30 എന്ന ആംഗിളിന് നേരെ എതിരെ വരുന്നത് 1 മീറ്റർ. ഇനിയോ 60ക്ക് നേരെ എതിരെ വരുന്നത് √3 ആണ്. നമ്മളിവിടെ √3 കണ്ടുപിടിച്ചതാണ്. 60ക്ക് നേരെ എതിരെ വരുന്നത് √3 ആണ്. 90ക്ക് നേരെ എതിരെ വരുന്നതോ 2 ആണ്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലേക്ക് വീണ്ടും പോവാം. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, അത് 30 ആണ്, ഇത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ എന്താ വരിക? ടോട്ടൽ 180 ആണല്ലോ. അപ്പൊ ഇത് വരിക 90 ആണ്, അല്ലെ? ഇത് 90. അപ്പൊ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത ഇത് 30, 60, 90 അളവുള്ള ത്രികോണമാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അളവുള്ള ഒരു ത്രികോണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം ഇവിടുന്ന് കിട്ടിയല്ലോ. ഇവിടെ 30-നെതിരെയുള്ള സൈഡ് 1 ആണ്. അപ്പൊ ഇവിടെ 30-നെതിരെയുള്ള സൈഡ് നമുക്ക് എന്തെടുക്കാം? 1 എന്നെടുക്കാം. പിന്നെയോ ഇവിടെ മീറ്ററിലായതുകൊണ്ട് ഇത് 1 മീറ്റർ. ഇനിയോ ഇവിടെ 60-നെതിരെയുള്ള √3. അപ്പൊ ഇവിടെ 60-നെതിരെയുള്ള ഈ നീളം √3 മീറ്റർ. 90-നെതിരെയുള്ള 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ 2 ആണ് തന്നത് കൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റി, അല്ലെ? ഇവിടെ 90-നെതിരെയുള്ള 2 ആണ്. അപ്പൊ ഇവിടെയും 90-നെതിരെയുള്ളത് 2 ആണെന്ന് തന്നിരുന്നു ചോദ്യത്തിൽ തന്നെ. അപ്പൊ ഈ 2 ആണെന്ന് തന്നത് കൊണ്ട് 30-നെതിരെയുള്ള 1 മീറ്റർ എന്നും 60-നെതിരെയുള്ള √3 മീറ്റർ എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. ഇനി 10ാം ക്ലാസ്സിലെ നമ്മൾ ത്രികോണമിതി അഥവാ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ട്. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത 30, 60, 90 ആയ ഒരു മട്ട ത്രികോണം റെക്ടാങ്കിൾ ആണ്. ഈ റെക്ടാങ്കിളിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെങ്കിലും ഒരേ അംശബന്ധത്തിലാണ് നിലനിൽക്കുക. അപ്പൊ എന്താ അംശബന്ധം വരിക? 30-നെതിരെയുള്ളത് 1, 60-നെതിരെയുള്ളത് √3, 90-നെതിരെയുള്ളത് 2. അംശബന്ധമാക്കി പറയുകയാണെങ്കിൽ 1:√3:2 എന്ന് വരും. അപ്പൊ ഈ സൈഡ് 2 ആണെങ്കിലോ 2 ആണെങ്കിൽ 2 √3 4 എന്ന് വരും. ഈ അംശബന്ധം ഒരിക്കലും മാറില്ല. 3 ആണെങ്കിൽ 3 √3 3 × 6 എന്ന് വരും. 3 അല്ല 3 × 6 തന്നെ, സോറി. 3 ആണെങ്കിൽ 3 √3 6 എന്ന് വരും. 2 ആണെങ്കിൽ 2 √3 4 എന്ന് വരും. ഇങ്ങനെ ഒരിക്കലും ഈ അംശബന്ധം മാറില്ല.
30, 60, 90 മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 1, √3, 2 എന്നീ സംഖ്യകൾക്ക് ആനുപാതികമായിരിക്കും. ഇത് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ പ്രൂഫെല്ലാം പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഇത് നമ്മൾ മുന്നറിവായിട്ട് പറയുന്നതിനുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: ഏത് ഒറ്റ സംഖ്യയെയും 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിലെ സർവസമവാക്യങ്ങൾ എന്ന പാഠത്തിൽ കണ്ടു. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. We have seen in class 7 that any odd number can be written as the difference of two perfect squares. Using this, draw lines of lengths √7 and √11 centimeters. അതായത് പറഞ്ഞത് മനസ്സിലായോ? 2 സംഖ്യകളുടെ വർഗവ്യത്യാസമായി എഴുതുന്ന രീതി 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഡന്റിറ്റീസ് എന്നുള്ള പാഠത്തില്. ഇവിടെ ആ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങളാണ് വരയ്ക്കേണ്ടത്. ഒരു സമചതുരം വരയ്ക്കണം. ആ സമചതുരത്തിന്റെ ഏരിയ 7 ആവണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് എത്ര വരണം? ഏരിയ 7 ആണ്, സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് എന്ത് വരും? നമുക്കറിയാം ഏരിയയും സൈഡും തമ്മിലുള്ള ബന്ധം ഏരിയയുടെ വർഗമൂലമായിരിക്കും സൈഡ്, അല്ലെ? സൈഡിന്റെ വർഗമാണ് ഏരിയ, അല്ലെ? അല്ലെങ്കിൽ ഏരിയയുടെ വർഗമൂലമാണ് സൈഡ്. √7 സെന്റിമീറ്റർ സൈഡ് വശമുള്ള ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ഈ √7 എന്ന് പറയുന്നത് സ്കെയിലിൽ അളന്നെടുക്കാൻ കഴിയില്ല. 7 സെന്റിമീറ്റർ അല്ല, √7 സെന്റിമീറ്റർ ആണ് സൈഡ്. അപ്പൊ നമുക്കിത് അളന്നെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇതെങ്ങനെ വരയ്ക്കും? അതിനാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ആശയം ഉപയോഗിക്കുന്നത്. അവിടെ നമ്മളോട് പറഞ്ഞു 2 സംഖ്യകളുടെ വർഗ വ്യത്യാസം എന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് സൈഡ് √7 ആണ്. അല്ലെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് റൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ സംഖ്യ 7 ആയിട്ട് കാണുകയാണെങ്കിൽ വർഗ വ്യത്യാസമായി എഴുതുമ്പോ ഒരു സൈഡ് √7 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് 2 സൈഡുകൾ, മട്ടത്രികോണമാണ് നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത √2ഉം √3 ഒക്കെ കണ്ടുപിടിച്ചത് മട്ടത്രികോണത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കിവിടെ √7 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വ്യത്യാസമായിട്ട് എഴുതുകയും വേണം. അതായത് ഒരു സംഖ്യയുടെ വർഗത്തിൽ നിന്ന് മറ്റൊരു സംഖ്യയുടെ വർഗം കുറച്ചത്, ആ ഒരു വ്യത്യാസമായിട്ട് എഴുതുകയും വേണം. അപ്പൊ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ √7 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ സംഖ്യയെ 7 എന്ന് പറയുന്ന സംഖ്യയെ പൊതുവായി നമുക്ക് ഒരു സംഖ്യ x എന്ന് പറയാം. ഈ സംഖ്യയോട് 1 കൂട്ടി അതിനെ പകുതിയാക്കിയത് വലിയ സംഖ്യയായും 1 കുറച്ച് പകുതിയാക്കിയത് ചെറിയ സംഖ്യയായും എഴുതിയാൽ ആ 2 സംഖ്യകളുടെ വർഗ വ്യത്യാസം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഈ സംഖ്യയുടെ വർഗമൂലമായിട്ട് കിട്ടും. അപ്പൊ ഏതാണ് ആ സംഖ്യ? അപ്പൊ നമുക്കിവിടെ വേണ്ടത് 7 അല്ലേ? √7 ആണ്. അപ്പൊ നമ്മൾ ആ സംഖ്യ 7 ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ 7 + 1/2 7 - 1/2, അതായത് 8/2, 4, 6/2, 3. അപ്പൊ ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ മട്ടത്രികോണത്തിന്റെ കേസിൽ ഇത് കർണമായിട്ട് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കണം. മറ്റേ വശം 3 എടുക്കാം. അത് ഏത് വശം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള വശം. ലംബവശം എടുക്കാം, പാദവശം എടുക്കാം. ഏതെടുത്താലും നമുക്ക് വരയ്ക്കാവുന്നതല്ല. അപ്പൊ നമുക്ക് ഇനി ഇവിടെ 4² - 3² റൂട്ട് എന്ന് പറയുന്നത് √7 ആയിരിക്കും. ശരിയല്ലേ? ഇത് 16 ആണ്, ഇത് 9 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 4² - 3² എന്ന് കിട്ടും. അത് √7 എന്നാണ് വരിക. 4² - 3² 7 ആണ്. അപ്പൊ അതിന്റെ വർഗമൂലം എടുത്താൽ √7 എന്ന് കിട്ടും. നമുക്ക് ചെറിയ വശം 3 ആണ് വരേണ്ടത്. ഇത് കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് 4 വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ താഴെയുള്ള വശം 3 സെന്റിമീറ്റർ വരയ്ക്കുന്നു. 3 സെന്റിമീറ്റർ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് കർണമാണ് അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിന് നമുക്ക് മട്ടത്രികോണമാണല്ലോ വരയ്ക്കേണ്ടത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഒരു ലംബ വര മേലോട്ട് വരച്ചു വെക്കാം. ഒരു ലംബ വര വരച്ചു. ഇനി നമ്മൾ കോമ്പസില് 4 സെന്റിമീറ്റർ അളന്നെടുക്കണം.
കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തു. ഇനി ഇവിടെ ഈ 3 സെന്റിമീറ്ററിന്റെ ഈ അറ്റത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വരച്ച ഈ പെർപെൻഡിക്കുലർ ലൈനിലേക്ക് ഒരു മാർക്ക് കൊടുക്കാം. അത് യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് ആവശ്യമുള്ള ത്രികോണം കിട്ടും. ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് 4, ഈ സൈഡ് 3. അപ്പൊ ഈ ലംബവശം എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ടാവുക? √7 ഉണ്ടാവുക. ഇനി നമുക്ക് ഈ √7 വശമുള്ള ഒരു സമചതുരം വരയ്ക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 90 ഡിഗ്രി എടുത്തിട്ട് സെറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ പ്രൊട്രാക്ടറോ ഉപയോഗിച്ച് 90 ഡിഗ്രി അളവെടുത്തിട്ട് 2 വര വരയ്ക്കാം. ഇത് നീട്ടി വരച്ചാൽ മതി. ഇവിടെയും 90 ഡിഗ്രി, താഴെ വശം നീട്ടി വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചു. ഇവിടെ 90 ഡിഗ്രി വരച്ചു. വെറുതെ ഒരു വര വരച്ചിട്ടു. ഇനി നമുക്ക് √7 എന്ന് പറയുന്ന നീളം അളന്നെടുക്കണം. √7 സ്കെയിലിൽ അളന്നെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇതാണ് √7 നീളം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വരയില് 2 സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നു. അവ യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്ന സമചതുരത്തിന്റെ ഒരു സൈഡ് √7 ആയിരിക്കും. അതിന്റെ ഏരിയ 7 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് ആവശ്യപ്പെട്ട സമചതുരം. അടുത്ത ചോദ്യം, 11 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ വർഗ വ്യത്യാസമായിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഏത് സംഖ്യയായിട്ടാണ് എക്സ് എടുക്കുന്നത്? പരപ്പളവ് 11 എന്ന് പറയുമ്പോ അതിന്റെ സൈഡ് എത്ര വരണം? ഏരിയ 11. ഏരിയ സമം 11. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്താ വരിക? അതിന്റെ ഒരു വശം √11. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ആയിട്ട് 11 എടുക്കുകയാണെങ്കിൽ 11 പ്ലസ് 1/2 12/2 അല്ലെ? മറ്റേതോ 11 മൈനസ് 1/2. 11 മൈനസ് 1/2 എന്ന് പറയുമ്പോ 10/2. നമുക്ക് വേണ്ട സംഖ്യകൾ ഏതൊക്കെയാ? 6ഉം 5ഉം. അതായത് ഹൈപ്പോട്ടന്യൂസ് കർണം 6 എടുക്കണം, മറ്റൊരു വശം ചെറിയ വശങ്ങളിൽ ഒന്ന് 5 എടുക്കണം. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ എടുക്കണം. താഴെ നമ്മള് 5 സെന്റിമീറ്റർ വര വരച്ചു. ഇനി നേരത്തെ പോലെ തന്നെ ഒരു ലംബമായ ഒരു വര വരയ്ക്കുന്നു. ഇനി 6 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? 6 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തു. ഇങ്ങനെ ചേർത്ത് വരച്ചു. അപ്പൊ നമുക്ക് മട്ടത്രികോണം കിട്ടി. ഈ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് 6 ആണ്, ഈ വശം 5 ആണ്. ഇനി നമ്മൾ എന്ത് വേണം? ഇവിടുന്ന് സമചതുരം വരയ്ക്കണം. ഈ നീളം കിട്ടുന്നത് √11 അല്ലെ? ഈ നീളമാണ് √11. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണ് സമചതുരം വരയ്ക്കേണ്ടത്. അപ്പൊ ഈ വര വരച്ചു. ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഇവിടെയും 90 ഡിഗ്രിയിൽ വരയ്ക്കണം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇനിയോ ഈ √11 നീളം നമ്മള് ഇതുപോലെ അളന്നെടുക്കുന്നു. 2 വരയിലും മാർക്ക് ചെയ്യുന്നു. ഇവിടെയും വെച്ചു. അത് യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് ആവശ്യപ്പെട്ട സമചതുരം കിട്ടും. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ 11 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സൈഡ് √11. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: 13 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനുള്ള 2 വ്യത്യസ്ത മാർഗങ്ങൾ വിശദീകരിക്കുക. ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, വിശദീകരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ 2 ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എ ലൈൻ ഓഫ് ലെങ്ത് √3 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമ്മളിവിടെ ഒരു മാർഗം നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ √13 ആണ്
13 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ 13 ആണ്. ഇപ്പൊ നമ്മുടെ സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഏരിയ 13 ആണെങ്കിൽ, ഏരിയസ് 13 ആണെങ്കിൽ അതിന്റെ സൈഡ് എത്രയാ വരേണ്ടത്? നമ്മളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, √13 ആണ്. അപ്പൊ √13 കിട്ടാൻ ഒരു മാർഗം, നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗം, എക്സ് ആണെങ്കിൽ x+1/2 x-1/2 വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പോട്ടന്യൂസും മറ്റൊരു വശവും ഇവിടെ നിന്ന് കിട്ടും നമുക്ക്, അല്ലെ? അപ്പൊ രണ്ട് സംഖ്യയുടെ വർഗ വ്യത്യാസമായിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ √13 ആണ്. അത് എന്ന് വെച്ചാൽ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത് 13. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? 13 1 14/2. അടുത്തത് 13ൽ നിന്ന് 1 കുറച്ചാൽ 12/2 എന്ന് വെച്ചാൽ 7 6, അല്ലെ? അപ്പൊ ഇതിൽ വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇതിന് ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രം എങ്ങനെയുണ്ടാവും? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെ? ഇങ്ങനെയാണ് മട്ടത്രികോണം വരും. ഇതില് കർണം 7 വരും, ഈ സൈഡോ അല്ലെങ്കിൽ ഈ സൈഡോ 6 വരും. അങ്ങനെ വരുമ്പോ ഇത് √13 വരും. ഇത് വെച്ച് വേണം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമചതുരം വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു മാർഗം കൂടി പറയണം. മറ്റൊരു മാർഗം നമുക്ക് എങ്ങനെ കണ്ടെത്താം? √13 വരണം. അപ്പൊ നമുക്കിവിടെ കർണം 7 വരുന്ന രീതിയിൽ, അപ്പൊ വർഗ വ്യത്യാസമായി എഴുതുകയാണെങ്കിൽ ഇത് തന്നെയാണ് സംഖ്യ 7 6 √13 കിട്ടാൻ. അപ്പൊ വർഗ വ്യത്യാസം അല്ലാതെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ, ഈ രണ്ട് സൈഡ് തന്നാൽ വർഗ വ്യത്യാസമല്ലല്ലോ, തുകയല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കർണം √13 വരണമെങ്കിൽ ഇതിന്റെ പാദവും ലംബവും, ഈ ലംബ വശങ്ങൾ എത്ര വരണം? √13 കർണം വരണമെങ്കിൽ അത് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം, പെട്ടെന്ന് കിട്ടും. √13 വരണമെങ്കിൽ ഏത് വരണം? വർഗസംഖ്യകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, വർഗസംഖ്യകളാണ് ചിന്തിക്കേണ്ടത്. വർഗമാണ് നമ്മൾ എടുക്കേണ്ടത്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ആ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയർ ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പൊ പാദം രണ്ട് സംഖ്യകൾ കണ്ടെത്തുന്നു. അതായത് രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക 13 വരുന്ന രണ്ട് സംഖ്യകൾ. അത് ഏതൊക്കെയായിരിക്കും? നമ്മൾ ചിന്തിക്കാം. ഇപ്പൊ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക 13. അപ്പൊ നമുക്ക് ഇപ്പൊ 3ഉം 2ഉം എടുക്കുകയാണെങ്കിലോ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്താ വരിക? 3 സ്ക്വയർ 9 ആണ്, 2 സ്ക്വയർ 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 30. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡുകള് 3ഉം, മട്ടത്രികോണത്തിന്റെ രണ്ട് സൈഡുകള് 3ഉം 2ഉം എടുത്താൽ അതിന്റെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് √13 വരും. അതായത് നമുക്ക് റഫായിട്ട് വരയ്ക്കാം. അപ്പൊ 3 സെന്റിമീറ്റർ ഇവിടെ വരച്ചു. അതുപോലെ ലംബമായി 2 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ കർണത്തിന്റെ നീളം √13 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് തിരിച്ചും വരയ്ക്കാം. ഇവിടെ പാദം 2 സെന്റിമീറ്റർ എടുക്കാം, ലംബം 3 എടുക്കാം. രണ്ട് ലംബ വശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റി വരയ്ക്കാം. അങ്ങനെ വരുമ്പോ ഇവിടെ √13 എന്ന് കിട്ടും, കർണത്തിന്റെ നീളം. ഈ √13 വശം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സമചതുരവും വരയ്ക്കാം. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ദിവസം കാണാം.